ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ ജെഇ മെയിൻ ഫേസ് 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജാനുവരി 28 വെനസ്ഡേ നടന്നിട്ടുള്ള ഷിഫ്റ്റ് 1, അതായത് രാവിലത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എഫ് ജി ഓഫ് എക്സ് ഫംഗ്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 3x² plus 2x minus 3, f of 0 equal to -3, and for g of f of x equal to 3x² minus 32x plus 72, f of g of 2. f of g of 2 എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. f of g of 2. അപ്പൊ നേരെ എന്താണോ വേണ്ടത് അതിലേക്ക് പോവാം. f of g of 2. f of g of 2. അപ്പൊ g of 2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? g of x-ൽ x-ന് പകരം 2 കൊടുത്താൽ മതി. അപ്പൊ ആദ്യം നേരെ എന്താണ് കാണേണ്ടത് അത് എഴുതി വെക്കാം. f of g of 2 ഈക്വൽ ടു ആദ്യം g of 2 കാണാം. g of 2 ഈക്വൽ ടു 3 into 2 square plus 2 into 2 minus 3. 2 into 2 minus 3, which is equal to 3 into 4 എത്ര? 12 plus 4 minus 3 equal to 13. അത് 13 ആണ്. വിച്ച് മീൻസ് നമുക്ക് കാണേണ്ടത് f of g of 2 equal to f of 13. f of 13 എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. f of 13 കിട്ടാൻ f of x കണ്ടിട്ട് അതിൽ x-ന് 13 കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ f of x അറിയില്ല. f of 0 equal to -3 ആണെന്നും for g of f of x ആ 3x² minus 32x plus 72 എന്ന് അറിയുള്ളൂ. അത് വെച്ചിട്ട് f of x കാണാം, എന്നിട്ട് അതിൽ x-ന് 13 കൊടുത്താൽ ആൻസർ ആയി. അപ്പൊ f of x കാണലാണ് ഇനി ചെയ്യേണ്ടത്. അതിനിപ്പോ g of f of x അറിയുള്ളൂ. for g of f of x, ഈ g of f of x എങ്ങനെ കിട്ടും? g of f of x കിട്ടാൻ g of x-ൽ x-ന് പകരം f of x കൊടുത്താൽ മതി. So that is 4 times 3 into f of x ഞാൻ f എന്ന് എഴുതുന്നു, 3f² plus 2f minus 3. അതാണ് 4g of x. 12f² plus 8f minus 3 ആണ്. -3 അല്ല, -12 ആണ്. ഈ 4g of x എന്താണെന്ന് തന്നു? 3x² minus 32x plus 72. എല്ലാം കൂടി ഒരു സൈഡിലാക്കിയാൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ഈക്വൽ ടു 0. ആ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് കാണാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. എഫ് ആണ് എഫ് ഓഫ് എക്സ്. ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എഫ് ആണ്. ഇത് എഫിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എഫിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ് പോട്ടെ, എക്സ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അപ്പൊ എഫിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ എഫ് കിട്ടുമല്ലേ? അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഇതിന്റെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac നോക്കുന്നു. ഇതാണ് സി. സിയിൽ എഫ് ഉണ്ട്, അല്ലെ, എക്സ് ഉണ്ട്. ഇതാണ് എ. -b -8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac. അപ്പോ 4 into 12 into ഈ മൈനസ് ഇവിടുത്തെ അതുമായിട്ട് പോയി. 3x² minus 32x plus 84 by 2a, അത് 24. അവിടെ 32 84, ആ 4 into 12 ഒരു 16 ഉണ്ട്, 64 ഒരു 16 ഉണ്ട്. അപ്പോ അത് ഇങ്ങനെ എടുത്താൽ പിന്നെ 3 വരും. 3x² minus 32x plus 84 divided by 24. ഇനി അത് എക്സ്പാൻഡ് ചെയ്താൽ 4 കട്ട് ചെയ്യുന്നു, -2 പ്ലസ് ഓർ മൈനസ്, അപ്പോൾ താഴെ 6 വരും. ഇത് ഓപ്പൺ ചെയ്താൽ 9x² minus 96x, പിന്നെ 84 into 3 252. 84 into 3 എത്ര? 252. പിന്നെ ഒരു 16 കൂടി വരും, അത് 8 268.
ഇവിടെ 4 into 4 ആണ്, അവിടെ 3 ബാക്കി വരും. 32 into 3 96 തന്നെ അല്ലേ. 3 into 84 ഇവിടെ നിന്ന് 16 അല്ലേ എടുത്തത്. 16 എടുത്താൽ പിന്നെ ഇവിടെ നിന്ന് 4 അല്ലേ ബാക്കി വരുള്ളൂ. അപ്പൊ അവിടെ 4 ബാക്കി വരുള്ളൂ. അപ്പൊ 84 into 3 252 ആണ്. അപ്പൊ ഇവിടെ ഇനി 4 ബാക്കി വരുള്ളൂ. അപ്പൊ 4 കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 256 ആവും. ഇവിടെ 4 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 256. ഓക്കെ, ഇത് നോക്കിയാൽ അറിയാം ഈ 256 എന്തിന്റെ സ്ക്വയറാ? 16ന്റെ സ്ക്വയർ ആണ്. 9x സ്ക്വയറോ? അത് 3xന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3xും 16ഉം ഇൻറ്റു 2 കൂടി ചെയ്താൽ എന്ത് കിട്ടും? 32 96 മൈനസ് 96x കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ആക്ച്വലി 3x മൈനസ് 16 ഹോൾ സ്ക്വയർ ആണ്. അത് 3x മൈനസ് 16 ഹോൾ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ 6. അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് 3x മൈനസ് 16 ഡിവൈഡഡ് ബൈ 6. ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സിന് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവാം? -2 പ്ലസ് 3x മൈനസ് 16 ബൈ 6ഓ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2 മൈനസ് 3x പ്ലസ് 16 ബൈ 6ഓ ആവാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് 18. 3x മൈനസ് 18. ഇനി ഇതിൽ എഫ് ഓഫ് എക്സ് ഏത് സെലക്ട് ചെയ്യുന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനാണ് അവിടെ തന്നിട്ടുള്ളത് എഫ് ഓഫ് 0 മൈനസ് 3 ആണ്. എഫ് ഓഫ് 0 മൈനസ് 3 ആണെങ്കിൽ ഇവിടെ ഏത് സെലക്ട് ചെയ്യാം? എക്സിന് 0 കൊടുത്താൽ -3 കിട്ടണമെങ്കിൽ ഏത് സെലക്ട് ചെയ്യേണ്ടി വരും? -3 കിട്ടണമെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. കാരണം അവിടെ അപ്പോഴാണല്ലോ -18/6 എന്ന് കിട്ടുക. എഫ് ഓഫ് 0 ഈക്വൽ ടു -3. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് ഇതാണ്. ഇതെല്ലാം അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. നമുക്ക് വേണ്ടത് എഫ് ഓഫ് എന്താണ്? 13 അല്ലേ? നമുക്ക് വേണ്ടത് എഫ് ഓഫ് 13 ആണ്. സോ എഫ് ഓഫ് 13 ഈസ് ഈക്വൽ ടു ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 3x മൈനസ് 18/6 ആണ്, വിച്ച് ഇസ് x/2 മൈനസ് 3. x/2 മൈനസ് 3 ആണ് ബേസിക്കലി. സോ 13/2 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 13 മൈനസ് 6/2, ദാറ്റ് ഇസ് ഈക്വൽ ടു 7/2. 7/2 ആണ് നമ്മുടെ ആൻസർ, വിച്ച് ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് ആൻസർ.